നോമ്പുകാലത്തെ 4-ാം ശനിയാഴ്ച നാം 5-ാം വാരത്തിലേക്കും കഷ്ടാനുഭവ ആഴ്ചയിലേക്കും കടക്കുന്നതിനുള്ള ഒരു ഒരുക്കത്തിന്റെ ദിനമാണ്. 6 ദിവസത്തെ പ്രവൃത്തികൾക്ക് ശേഷം ശനിയാഴ്ച വിശ്രമത്തിന്റെയും ദൈവത്തോടുള്ള നന്ദി പ്രകാശനത്തിന്റെയും ദിനമാണ്. നോമ്പിന്റെ പകുതിയിലധികം പിന്നിട്ട ഈ ഘട്ടത്തിൽ ഇതുവരെയുള്ള നമ്മുടെ ആത്മീയ യാത്ര എങ്ങനെയായിരുന്നുവെന്ന് വിലയിരുത്താം. എന്റെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും വെറും ആചാരങ്ങളായിരുന്നോ, അതോ ദൈവത്തോടുള്ള എന്റെ ബന്ധത്തെ അത് കൂടുതൽ ആഴമുള്ളതാക്കിയോ? കത്തോലിക്ക പാരമ്പര്യത്തിൽ ശനിയാഴ്ചകൾ പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. നോമ്പുകാലത്ത് തന്റെ പുത്രന്റെ സഹനങ്ങളിൽ ഒരു വാളുപോലെ ഹൃദയം പിളർന്ന് പങ്കുചേർന്ന അമ്മയുടെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം. ക്രൂശിതനായ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്തുവെച്ച അമ്മയെപ്പോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ദൈവഹിതത്തിന് ആമേൻ പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അടുത്ത വാരത്തോടെ നാം കഷ്ടാനുഭവത്തിന്റെ തീവ്രതയിലേക്ക് കടക്കുകയാണ്. നാം ശനിയാഴ്ചകളിൽ സ്വീകരിക്കുന്ന വിശുദ്ധി വരാനിരിക്കുന്ന വലിയ ആത്മീയ അനുഭൂതികൾക്ക് നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ അഴുക്കുകൾ കഴുകിക്കളഞ്ഞ് ഒരു വലിയ പെരുന്നാളിനായി ഒരുങ്ങുന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ ഉയിർപ്പിനായി ആത്മീയമായി ഒരുങ്ങാം. ദൈവമേ, എന്നെ പരീക്ഷിച്ചു, എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചു, എന്റെ ഉത്കണ്ഠകൾ മനസ്സിലാക്കണമേ. സനാതനമായ പാതയിലൂടെ എന്നെ നയിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നോമ്പുകാലത്തെ 4-ാം വാരത്തിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഈ ശനിയാഴ്ച ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കരുതലുകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. കർത്താവെ, തന്റെ പുത്രന്റെ സഹനങ്ങളിൽ വിശ്വസ്തയോടെ പങ്കുചേർന്ന പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതം പൂർണ്ണമായും അനുസരിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ജീവിതത്തിലെ ഇരുളടഞ്ഞ നിമിഷങ്ങളിൽ പ്രത്യാശ കൈവിടാതെ അങ്ങയോട് ചേർന്നു നിൽക്കാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് തുണയാകട്ടെ. ഈ വാരത്തിൽ ഞങ്ങൾ ചെയ്ത പ്രാർത്ഥനകളും നോമ്പും അങ്ങേക്ക് പ്രീതിയുള്ളതായിരുന്നുവോ എന്ന് പരിശോധിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരാജയപ്പെട്ട ഇടങ്ങളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ വാരാന്ത്യത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ സമാധാനം നിറയ്ക്കണമേ. വരാനിരിക്കുന്ന ഞായറാഴ്ച ഒരുക്കമുള്ള ഹൃദയത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആമേൻ.